കേട്ടറ്റ് പരീക്ഷയുടെ സൈക്കോളജിയിലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന ഭാഗത്തു നിന്നുള്ള ഏതാനും ചോദ്യങ്ങൾ. വായനയിലുള്ള പ്രയാസം, ഡിസ്ലെക്സിയ. വായനയിലുള്ള പ്രയാസം, ഡിസ്ലെക്സിയ. ഗണിതക്രിയകൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഡിസ്കാൽക്കുലിയ. ഗണിതക്രിയകൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഡിസ്കാൽക്കുലിയ. എഴുതാനുള്ള പ്രയാസം, ഡിസ്ഗ്രാഫിയ. എഴുതാനുള്ള പ്രയാസം, ഡിസ്ഗ്രാഫിയ. IQ 140 മുകളിലുള്ള കുട്ടികൾ, പ്രതിഭകൾ ഓർ ഗിഫ്റ്റഡ്. IQ 140 മുകളിലുള്ള കുട്ടികൾ, പ്രതിഭകൾ ഓർ ഗിഫ്റ്റഡ്. ഭിന്നശേഷിക്കാർക്കായി സ്കൂളിൽ നിർമ്മിക്കുന്ന ചെരിഞ്ഞ പാത, റാമ്പ്. ഭിന്നശേഷിക്കാർക്കായി സ്കൂളുകളിൽ നിർമ്മിക്കുന്ന ചെരിഞ്ഞ പാത, റാമ്പ്. ബ്രെയിലി ലിപി ആർക്ക് വേണ്ടിയുള്ളതാണ്? കാഴ്ച പരിമിതി ഉള്ളവർക്ക്. ബ്രെയിലി ലിപി ആർക്ക് വേണ്ടിയുള്ളതാണ്? കാഴ്ച പരിമിതി ഉള്ളവർക്ക്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നാൽ എന്ത്? എല്ലാ കുട്ടികളെയും ഒരുമിച്ച് പഠിപ്പിക്കുക. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നാൽ എന്ത്? എല്ലാ കുട്ടികളെയും ഒരുമിച്ച് പഠിപ്പിക്കുക. വ്യക്തിഗത പഠന പദ്ധതി, IEP, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. വ്യക്തിഗത പഠന പദ്ധതി, IEP, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. സവിശേഷ കഴിവുള്ള കുട്ടികൾക്ക് നൽകുന്ന പ്രവർത്തനങ്ങൾ, എൻറിച്ച്മെന്റ് പ്രോഗ്രാം. സവിശേഷ കഴിവുള്ള കുട്ടികൾക്ക് നൽകുന്ന പ്രവർത്തനങ്ങൾ, എൻറിച്ച്മെന്റ് പ്രോഗ്രാം. കുട്ടിയുടെ മോട്ടോർ സ്കില്ലിലുള്ള പ്രയാസം, ഡിസ്പ്രാക്സിയ. കുട്ടിയുടെ മോട്ടോർ സ്കില്ലിലുള്ള പ്രയാസം, ഡിസ്പ്രാക്സിയ. അടുത്തതായിട്ട് മൂല്യനിർണയം, CCE ആൻഡ് റെക്കോർഡ്സ്. ഈ ഭാഗത്തു നിന്നുള്ള ഏതാനും ചോദ്യങ്ങളാണ്. CCEയുടെ പൂർണ്ണരൂപം, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. CCEയുടെ പൂർണ്ണരൂപം, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. പഠനത്തിനിടയിൽ നടത്തുന്ന മൂല്യനിർണയം, രൂപീകരണാത്മക മൂല്യനിർണയം, ഫോർമേറ്റീവ്. പഠനത്തിനിടയിൽ നടത്തുന്ന മൂല്യനിർണയം, രൂപീകരണാത്മക മൂല്യനിർണയം, ഫോർമേറ്റീവ്. ഒരു പാഠം കഴിഞ്ഞ ശേഷം മാർക്ക് നൽകാൻ നടത്തുന്ന പരീക്ഷ, സമ്മേറ്റീവ് മൂല്യനിർണയം. ഒരു പാഠം കഴിഞ്ഞ ശേഷം മാർക്ക് നൽകാൻ നടത്തുന്ന പരീക്ഷ, സമ്മേറ്റീവ് മൂല്യനിർണയം. കുട്ടിയുടെ മികച്ച പ്രവർത്തനങ്ങളുടെ ശേഖരം, പോർട്ട്ഫോളിയോ. കുട്ടിയുടെ മികച്ച പ്രവർത്തനങ്ങളുടെ ശേഖരം, പോർട്ട്ഫോളിയോ. പെട്ടെന്നുണ്ടാകുന്ന പ്രത്യേക സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നത്, അനക്ഡോട്ടൽ റെക്കോർഡ്. പെട്ടെന്നുണ്ടാകുന്ന പ്രത്യേക സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നത്, അനക്ഡോട്ടൽ റെക്കോർഡ്. കുട്ടിയുടെ സ്കൂൾ ചരിത്രം മുഴുവനടങ്ങിയ രേഖ, ക്യുമുലേറ്റീവ് റെക്കോർഡ്. കുട്ടിയുടെ സ്കൂൾ ചരിത്രം മുഴുവനടങ്ങിയ രേഖ, ക്യുമുലേറ്റീവ് റെക്കോർഡ്. അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നാൽ പഠനത്തിനായുള്ള മൂല്യനിർണയം. അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നാൽ പഠനത്തിനായുള്ള മൂല്യനിർണയം. കുട്ടികൾക്ക് നൽകുന്ന പ്രതിപുഷ്ടി എങ്ങനെയായിരിക്കണം? പോസിറ്റീവ്. കുട്ടികൾക്ക് നൽകുന്ന പ്രതിപുഷ്ടി എങ്ങനെയായിരിക്കണം? പോസിറ്റീവ്. മാനദണ്ഡാധിഷ്ഠിത മൂല്യനിർണയം എന്നാൽ ഒരു ലക്ഷ്യം വെച്ചുള്ളത്. മാനദണ്ഡാധിഷ്ഠിത മൂല്യനിർണയം എന്നാൽ ഒരു ലക്ഷ്യം വെച്ചുള്ളത്.
പിയർ അസസ്മെന്റ് എന്നാൽ എന്ത്? കൂട്ടുകാർ തമ്മിലുള്ള മൂല്യനിർണ്ണയം. പിയർ അസസ്മെന്റ് എന്നാൽ എന്ത്? കൂട്ടുകാർ തമ്മിലുള്ള മൂല്യനിർണ്ണയം. താങ്ക് യു.